ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദിരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നത്തെ ഭഗവത്ഗീത നമുക്ക് ഗീതാ ജയന്തിയായിട്ട് ആഘോഷിക്കുകയാണ് ഈ മാസം. കഴിഞ്ഞ 11-ാം തീയതി ആയിരുന്നു ഗീതാ ജയന്തി. അന്ന് നമുക്കറിയാം ഗുരുവായൂർ ഏകാദശിയായിരുന്നു. അന്നാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. ഗീത എന്ന് പറഞ്ഞ ഒരുപാട് ഉദ്ധവ ഗീതയുണ്ട്, ഭഗവത്ഗീതയുണ്ട്. അതില് ഭഗവത്ഗീത ഉപദേശിച്ചത് അന്നാണ് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച്. അപ്പൊ ഈ ഭഗവത്ഗീത ഭഗവാൻ അർജുനന് ഉപദേശിച്ചെങ്കിലും ആ അർജുനന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം നമ്മളും ജീവാത്മാക്കളാണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അല്ലെ? നമ്മളിവിടെ വന്ന് ജനിച്ചു, അല്ലെ? ജനിച്ചത് എന്തെങ്കിലുമൊക്കെ പൂർവ്വജന്മ കർമ്മഫലമായി നമ്മൾ വന്ന് ജനിച്ചിരിക്കുകയാണ്. അവിടെ നമുക്കിടെ കൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ഒരു വാഹനമാണ്. ഒരു അല്ല എന്താ പറയണ്ടേ, വാഹനമായിട്ട് നമുക്ക് കണക്കൂട്ടാം. ശരീരത്തില് പ്രവേശിച്ചിരിക്കുന്ന ആത്മാവ്, അല്ലെ? ആ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ ഇരുന്ന് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ടാണ് അതിനനുസരിച്ചൊരു ശരീരം നമുക്ക് കിട്ടിയത്, അല്ലെ? കുറെ ആൾക്കാർക്ക് ഒരേ ശരീര പ്രക്രിയ അല്ലല്ലോ, എല്ലാവർക്കും പല രീതിയിലല്ലേ. ഞാനാണ് തീരെ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ ഇതനുസരിച്ചുള്ള ശരീരം നമുക്ക് കിട്ടി. ആ ശരീരത്തിൽ കയറിയിരുന്നിട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ആത്മാവ്. എവിടുന്ന്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങി യാത്ര. അവിടെ നിന്ന് ജനിച്ചു വന്ന ആ ശരീരം സ്വീകരിച്ച ആത്മാവ് പുറലോകത്തെത്തുമ്പോ അവിടെ നമ്മളുടെ അമ്മയായി, അച്ഛനായി, പിന്നെന്താണ്, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, പിന്നെ കണ്ടുമുട്ടുന്നവരെല്ലാം നമുക്ക് സ്വന്തമായി, അല്ലെ? നമുക്ക് സ്വന്തമെന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലെ? അവരും വിചാരിക്കുന്നു നമ്മൾ സ്വന്തമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്നുകൊണ്ട് യാത്ര തുടങ്ങിയിരിക്കുന്നു. ആ തുടങ്ങിയ യാത്ര എവിടെ അവസാനിക്കുന്നത്? ചുടലയിൽ ചെന്നാണ് ആ യാത്ര അവസാനിക്കുന്നത്. ആ യാത്രയിൽ എവിടെ സ്റ്റോപ്പ് എത്തണം, എങ്ങനെ ആയിരിക്കണം, ഏത് സ്ഥലത്തായിരിക്കണം എത്തേണ്ടത്, ഇതൊക്കെ നമ്മളുടെ പിന്നീടുള്ള കർമ്മങ്ങൾക്ക് അനുസരിച്ചിരിക്കും. പൂർവ്വജന്മത്തിൽ ചെയ്തത് ഈ യാത്രയെ നമ്മൾ അനുഭവിക്കുന്നു.
ഓരോ ഭാഗത്തും ചെല്ലുമ്പോൾ നമുക്ക് കണ്ടുമുട്ടുന്ന ആൾക്കാരെ, വ്യത്യസ്തരായ ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരും. അവിടുന്ന് നമ്മൾ മുന്നോട്ട് യാത്ര എങ്ങോട്ട് ടേൺ തിരിയണം എന്നുള്ളത് ഒരു ചോയ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ. അത് മാത്രമേ നമുക്കുള്ളൂ. ചോയ്സ് ഓക്കെയാണ്. ബാക്കിയെല്ലാം നമ്മുടെ പൂർവ്വജന്മകർമ്മം, നമ്മൾ ഒന്നും ചിന്തിക്കുന്ന പോലെയല്ല മുന്നോട്ട് ജീവിതം. പക്ഷെ ചോയ്സ് അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തോ അതാണ് പിന്നീടുള്ളത്. ആ സ്റ്റോപ്പ് നമുക്ക് നമ്മുടെ ഭക്തരുടെ ഒരു പ്രധാന ഇത് എവിടെയായിരിക്കണം ആ സ്റ്റോപ്പ് എത്തേണ്ടത്? ആ സ്റ്റോപ്പ് എത്തിയാൽ ആത്മാവ് ഇറങ്ങുന്നത് ഗോലോകത്തിലായിരിക്കും, അല്ലെ? ആത്മാവ് ഗോലോകത്തിലേക്ക് നമ്മുടെ യഥാർത്ഥ ശരീരത്തിലേക്ക് പ്രവേശിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിനിടയ്ക്ക് ടേൺ തിരിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോയി പിന്നെയും ഇവിടെ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഇവിടെ വരാൻ ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഇടയ്ക്കെങ്കിലും ഇതൊക്കെ ഇരുന്നൊന്ന് നമ്മുടെ മൈൻഡിൽ ഒന്ന് കൊണ്ടുവരണം. നമ്മൾ പോകുന്ന യാത്ര നമ്മളെ ബാക്കിലോട്ടൊന്ന് നോക്കണം. നോക്കുമ്പോൾ നമ്മൾ ഇത്രയും നാള് നമ്മൾ ചിന്തിച്ചു പോലൊന്നും അല്ല ജീവിതം വന്നു, അല്ലെ? ചിന്തിച്ച രീതിയിലുള്ള പോക്കൊന്നും അല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ കൺട്രോൾ ഒന്നും എൻ്റെ കയ്യിലുള്ളതല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ചോയ്സ് അതാണ്. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് മനുഷ്യന്റെ ജീവിതം. നമുക്ക് തിരഞ്ഞെടുക്കുന്ന ചോയ്സ്, തിരഞ്ഞെടുക്കുന്ന ഇതിനെ അനുസരിച്ചിരിക്കും നമ്മളുടെ പോക്ക്. ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭീഷ്മ പർവത്തിൽ നിന്നാണ് ഭഗവത്ഗീത എടുത്തിട്ടുള്ളത്. ഭഗവത്ഗീത ഭഗവാൻ അർജുനന് ഉപദേശിച്ചതാണല്ലോ. യുദ്ധക്കളത്തിൽ ഒരു ക്ഷത്രിയനായിരിക്കുന്ന രാജാവ് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, അല്ലെ അവിടെ ഉപദ്രവം അല്ലെങ്കിൽ എന്താ പറയണ്ടേ, കുറെ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവം അറിയുന്ന ആ രാജ്യത്തെ രക്ഷിക്കേണ്ടത് ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ അർജുനന്റെ കടമയാണ്, അല്ലെ? അതുകൊണ്ട് അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. മറ്റുള്ളവർ ചിലർ പറഞ്ഞേക്കാം യുദ്ധമാണ്, ഭഗവത്ഗീത മുഴുവൻ യുദ്ധമാണെന്ന് പറയും, യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതാന്ന് പറയാം. പക്ഷെ ഒരിക്കലുമല്ല. നമ്മളും ജീവിതത്തിൽ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുക. നമ്മളും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അർജുനന് മാത്രമായിട്ട് ഉപദേശിച്ചതല്ല, ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തന്നതാണ്. ഭഗവത്ഗീത 5 അടിസ്ഥാന തത്വത്തിലാണ് പോകുന്നത്. ഒന്ന് ഈശ്വര, ജീവ, പ്രകൃതി, കാലം, കർമ്മം. ഈശ്വരൻ, അത് കഴിയുമ്പോൾ ജീവനെ പ്രകൃതിയിൽ, അല്ലെ? പ്രകൃതിയിലാണ്. പിന്നെ ഈശ്വര, ജീവ, പ്രകൃതി, കാലം. നമുക്കൊക്കെ മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. കാലം, കർമ്മം. ഈ ലാസ്റ്റിലത്തെ നമ്മൾ പറഞ്ഞ 5ാമത്തെ തത്വമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കർമ്മം. നമ്മളുടെ കർമ്മം കറക്റ്റ് ആയിരിക്കണം. അല്ലെ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും നമുക്ക് റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ എങ്ങനെയുള്ള റിയാക്ഷൻ ആകണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് ഭഗവത്ഗീതയിലെ 7ാം അധ്യായത്തിലെ ഭഗവാൻ പറയുന്നുണ്ട്. 23ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 23ാമത്തെ ശ്ലോകത്തിലെ 7ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം. അതിലെ അന്തവത്തുഫലം തേഷാം തൽഭവത്യൽപമേധസാം ദേവാൻ ദേവയജോ യാന്തി മൽഭക്തായാന്തി മാമപി. അതായത് ഇവിടെ പറയുന്നത് മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവും അത്രേ. ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും. എന്റെ ഭക്തരാവട്ടെ പരമോന്നതമായ എന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ദേവന്മാരെ, അപ്പൊ നമ്മളെ മറ്റു ദേവതകൾ, എല്ലാ ദേവതകളെയും നമ്മൾ ആരാധിക്കുന്നു. നമുക്ക് എല്ലാത്തിനും ദേവതമാരാണ്. അത് വായുദേവൻ, അങ്ങനെ അഗ്നിദേവൻ, ഇതെല്ലാം നമുക്ക് ദേവനായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. പക്ഷെങ്കിൽ ഇപ്പോ നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അവരെ ആശ്രയിക്കുന്നത്. എന്നാൽ നമുക്ക് അവരോട് സ്നേഹമുണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ആ ദേവനോട് സുഖമാണോ എന്ന് ചോദിക്കത്തില്ല. നമ്മൾ ചോദിക്കുവോ? ഇല്ല.
നമ്മൾ ചെന്നിട്ട് എന്താ പറയുന്നേ? എനിക്കതില്ല, എനിക്കിതില്ല, എനിക്ക് അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളുടെ കണക്കുകളാണ് നമ്മൾ അവരോട് പറയുന്നത്, അല്ലെ? അപ്പം ആ സ്നേഹഭാവം നമുക്ക് അവരോടില്ല. നമ്മൾ അവരെ എല്ലാം ആശ്രയിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളുടെ കാര്യം നേടണം, അതിനു വേണ്ടി. ആ ഭൗതിക സുഖം എല്ലാം അവര് തരും. പക്ഷെങ്കിൽ നേരത്തെ ഭാഗവതത്തിൽ പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഭാഗവതത്തിൽ പിന്നെ വേദവ്യാസ മഹർഷി എഴുതിയിരിക്കുന്നുണ്ട്, എല്ലാ ദേവന്മാർക്കും ഭൗതിക സുഖം തരാൻ സാധിക്കും. പക്ഷെങ്കിൽ മോക്ഷം കിട്ടണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റാർക്കും മോക്ഷം തരാൻ സാധിക്കില്ല. ഇവിടെ ഭക്തർ ആഗ്രഹിക്കുന്നത് മോക്ഷത്തെ അല്ല. എന്തായിരിക്കണം? ഭഗവാനോടൊപ്പം ജീവിക്കണം നമുക്ക്, അല്ലെ? ഭഗവാനോടൊപ്പം ഒരു ഗോപികയായിട്ടോ ഒരു ഗോപനായിട്ടോ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഭഗവാന്റെ കാലടികൾ പതിയുന്നിടത്ത് ഒരു മൺതരിയായിട്ടോ നമുക്ക് അവിടെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഭക്തരങ്ങനെ എപ്പോഴും ഭഗവാനെ സേവിക്കുക. അങ്ങനെയാ കാണാണ് ഒരു ഭക്ത, അല്ലെ ഒരു ഭക്തര് അതായിരിക്കണം ചിന്തിക്കുന്നത്. ഇവിടെ മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നതെന്ന് പറയാൻ കാര്യം, നമ്മൾ ചെന്നിട്ട് ദേവന്മാരോട് ചോദിക്കുന്നത് നമ്മുടെ ആഗ്രഹ നിവൃത്തിയാണ്. ഈ ആഗ്രഹ നിവൃത്തി നമുക്ക് എന്തെങ്കിലും തീരുമോ? ഇല്ല. ഇപ്പം നമ്മൾ ചെന്നു ഒരു വഴിപാട് നടത്തി, ആ കാര്യം സാധിച്ചു. പിന്നെ നമ്മൾ പോകുന്ന ഒരു മാസം കഴിഞ്ഞ് അടുത്ത കാര്യം പറയാനായിരിക്കും. ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് തീരുന്നില്ല. മറിച്ച് ശാശ്വതമായ ഒരു എന്താ പറയണ്ടേ, ശാശ്വതമായ ഒരു കാഴ്ചപ്പാട്, അല്ലെ ശാശ്വതമായതെന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ അടുക്ക ചെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഭഗവാൻ അത്ര പെട്ടെന്നൊന്നും തരില്ല, അല്ലെ? എല്ലാവർക്കും അതറിയാം. ഭഗവാൻ അത്ര പെട്ടെന്നൊന്നും തരില്ല. ഭഗവാൻ ചിന്തിക്കും, ഇവൻ അതിന് യോഗ്യനാണോ? നമ്മുടെ അച്ഛനായാലും അങ്ങനെ അല്ലേ? നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അച്ഛൻ നമുക്ക് എന്തും ചെയ്തു തരത്തുള്ളൂ. ഇല്ലേ അതിന്റെ ഭവിഷ്യത്ത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളു. ഭഗവാൻ നമ്മുടെ ശരീരത്തെ അല്ല ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ആത്മാവിനെയാണ്. നമ്മുടെ ആത്മാവ് കഴിഞ്ഞ ജന്മവും എത്രയോ ജന്മങ്ങൾ കാണിച്ചു കൂട്ടിയതെല്ലാം ഭഗവാൻ അറിയാം. കാര്യം ഭഗവാൻ ആ പ്രസന്റ്ലി അവിടെ ഉണ്ടല്ലോ. ഭഗവാൻ നമ്മുടെ കൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഭഗവാന് അറിയാം ഇവൻ അതൊക്കെ, ആ കർമ്മങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ വരട്ടെ. ഭഗവാൻ അറിയാം. അതെന്താന്ന് വെച്ചാല്, ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാല്, ചട്ടമ്പി സ്വാമികൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇക്കിള് വന്നു എന്നാണ് പറഞ്ഞത്. ഇക്കിളിങ്ങനെ പോയി. ഇക്കിള് പോയപ്പം ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു വെള്ളം കൊടുക്കാം. ഇക്കിള് വരുമ്പോ നമ്മള് വെള്ളം വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയോ? ഈ ഇക്കിള് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ എന്തോ ഫലമാണ്. ഞാൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനെ അനുഭവിച്ച് ഞാൻ പോകണമെന്ന് വല്ല എന്തെങ്കിലും കാണുമായിരിക്കും. അതുകൊണ്ട് അത് അങ്ങനെ പൊക്കോട്ടെ, ഞാൻ അതങ്ങ് അത് ഇവിടെ കൊണ്ട് തീരട്ടെ. ഇത് ഉദാഹരണം പറഞ്ഞത്, നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് തന്നെ പോകും. അതിലെ കാരുണ്യം ഉണ്ടായി ഭഗവാൻ അതിനൊരു, അതായത് ഒരു ചക്ക വീഴേണ്ട അടുത്ത് ഒരു പൂവ്, അല്ലെ അതിന്റെ ഒരു കായ വന്ന് വീഴുന്ന ഒരു അനുഭവത്തിലേക്ക് ഭഗവാൻ എത്തിച്ചാൽ അത് ശാശ്വതം. അല്ലാത്തത് ദേവന്മാരിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നത് എന്തും വീണ്ടും നമ്മുടെ കർമ്മങ്ങളെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശാശ്വതമായത് നേടണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചേ സാധിക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇതിന്റെ ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം എഴുതിയ ശ്രീല പ്രഭുപാദർക്ക് കീജി. ശ്രീല പ്രഭുപാദർ കീജി. ദേവാരാധകരും ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുമെന്ന് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾ ആരാധിച്ചു പോരുന്ന ദേവന്മാരുടെ ലോകങ്ങളിലേക്കാണ് അവർ പോവുക എന്ന് ഇവിടെ സ്പഷ്ടമാകുന്നു. അവിടെ മറ്റനവധി ദേവന്മാരും വാഴുന്നു. സൂര്യോപാസന ചെയ്യുന്നവർ സൗരമണ്ഡലത്തിലും ചന്ദ്രോപാസകർ ചന്ദ്രമണ്ഡലത്തിലും എത്തുന്നത് പോലെ ഇന്ദ്രനെയോ മറ്റേതെങ്കിലും ദേവന്മാരെയോ ആരാധിക്കുന്നവരും അതത് ദേവന്മാരുടെ ഗ്രഹങ്ങൾ പോകും. അത് ദേവനെ ആരാധിച്ചാലും പരമപുരുഷനെ പ്രാപിക്കുമെന്നത് ശരിയല്ല. അതിവിടെ നിഷേധിച്ചിട്ടുണ്ട്. ദേവാരാധകർ വിവിധ ഭൗതിക ലോകങ്ങളിലേക്കും കൃഷ്ണഭക്തന്മാർ അത്യുത്കൃഷ്ടമായ ഭഗവത് ധാമത്തിലേക്കും ചെന്നു ചേരുമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് ആ ദേവന്റെ ലോകത്ത് നമ്മൾ എത്തിച്ചേരും. പക്ഷെ അവിടുന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങെത്തേണ്ടി വരും. നമുക്ക് എവിടെയാ? നമ്മുടെ ശാശ്വതം എവിടെയാ? ഭഗവത് ധാമത്തിലാണ്, ഗോലോക വൃന്ദാവനത്തിലാണ്. അവിടെ നമുക്ക് എത്തിച്ചേരാൻ നമ്മൾ അപ്പോഴും പരിശ്രമിക്കുന്നില്ല. ശരിയായിരിക്കും, ചെറിയ പുരോഗമനം നമുക്ക് കാണും. എങ്കിൽ പോലും നമ്മളുടെ ശാശ്വതം എന്ന് പറയുന്നത്
ഭഗവത് ധാമത്തിലാണ്. ഇപ്പം ഭഗവാനാണ് സുപ്പീരിയോറിറ്റി അല്ലെ, ഭഗവാന് താഴെയാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും. ആ ഗ്രഹങ്ങളിൽ ഉള്ളിടത്ത് പോകുന്നതോ ഭഗവത് ധാമത്തിൽ എത്തുന്നോ അതാണ് ഏതാ നമ്മുടെ ലക്ഷ്യം? ഭഗവത് ധാമത്തിൽ എത്തുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഈ ദേവന്മാരെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആ ലോകത്തേക്ക് മാത്രമാണ് എത്തിപ്പെടുന്നത്. ഇവിടെ ഒരു ചോദ്യം ഉദിച്ചേക്കാം. ദേവന്മാർ ഭഗവാന്റെ ശരീര അവയവങ്ങളാണെന്നിരിക്കെ അവരെ ഭജിച്ചാലും അതേ ഫലം നേടേണ്ടതല്ലേ? അല്ലേ? നമുക്ക് ചിന്തിക്കും. ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ കാണിച്ചു ദേവതകളും ഭഗവാനിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ദേവന്മാരെ ആശ്രയിച്ചാലും ഭഗവാന്റെ അടുക്കിലേക്കല്ലേ പോകുന്നേ എന്ന് നമുക്ക് സംശയം തോന്നാം. ഇങ്ങനെ സംശയിക്കുന്ന ദേവാരാധകർ ശരീരത്തിലെ ഏത് അവയവത്തിലൂടെ ഭക്ഷണം ഉൾക്കൊള്ളണമെന്നറിയാത്ത മൂഢരാണ്. പടുവെട്ടികളായ അവർ ഭക്ഷണം സ്വീകരിക്കാൻ ശരീരത്തിൽ നിരവധി അവയവങ്ങൾ ഉണ്ടെന്നും അതിന് പ്രത്യേക വിധികൾ ഉണ്ടെന്നും വരെ പറയുന്നു. ഇത് ശരിയല്ല. കണ്ണുകളിലൂടെയോ ചെവികളിലൂടെയോ ആഹാരം ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കും? നമ്മൾ ഭോഗം സമർപ്പിക്കുന്ന സമയത്ത് ഭഗവാന് ചിലപ്പോ കണ്ണുകൾ കൊണ്ടായിരിക്കും സ്വീകരിക്കുന്നത്. ഭഗവാന്റെ ഏതെങ്കിലും അവയവങ്ങൾ വെച്ചായിരിക്കും ഭഗവാൻ സ്വീകരിക്കുന്നത്. പക്ഷെ അതുപോലെ മറ്റെല്ലാ ദേവതകൾക്കും അത് സാധിക്കില്ല. ഭഗവാന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഈ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെ ഭഗവാന്റെ അവയവങ്ങളുടെ ഇതിലാണ് ദേവന്മാരെ കാണുന്നത്. അപ്പൊ നമുക്ക് ദേവാരാധന ചെയ്യുമ്പോൾ ഭഗവാന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എപ്പോഴും അപൂർണര് തന്നെയാണ്, ഭഗവാനിലേക്ക് എത്തുന്നില്ല നമ്മൾ. ഭഗവാന്റെ ശരീരത്തിലെ വ്യത്യസ്ത അംശങ്ങളാണ് ഈ ദേവന്മാരെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഓരോ ദേവനും ഓരോ ഈശ്വരനാണെന്നും ഭഗവാൻ കൃഷ്ണനോട് കിടനിൽക്കുന്നുവെന്നും ഈ അജ്ഞാനികൾ വിശ്വസിക്കുന്നു. ദേവന്മാർ മാത്രമല്ല, ജീവാത്മാക്കളും ഭഗവത് അംശങ്ങളാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരും ആരാണ്? ഭഗവാന്റെ അംശമാ. അങ്ങനെ വരുമ്പോൾ നമ്മളും നമുക്കും ആ ദേവനോളം ഉയരാൻ സാധിക്കും. പക്ഷെ അതേ രീതിയിലുള്ള എന്താ പറയണ്ടേ, അതേ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതേ രീതിയിലേക്ക് എത്താം. പക്ഷെ അന്ന് പറഞ്ഞത് ഭഗവാനാകുമോ? ഒരിക്കലുമില്ല. ഭഗവാന് തുല്യമാകത്തില്ല. ഭഗവാന്റെ അംശമാണ് നമ്മള്. അതായത് ഒരു സമുദ്രം ഭഗവാനാണെങ്കിൽ ആ സമുദ്രത്തിനെ ഒരു സൂചി കൊണ്ട് കുത്തുമ്പോൾ ആ സൂചിയുടെ തുമ്പത്തിരിക്കുന്ന ആ ജലത്തുള്ളി മാത്രമാണ് നമ്മള്. ഭഗവാന്റെ 6 ഐശ്വര്യങ്ങളും അതിൽ ഉണ്ട്. പക്ഷെങ്കിൽ അളവിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. 6 ഐശ്വര്യങ്ങൾ ഉള്ള ആളായത് കൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഭഗവാനെ പൂർണ്ണനാണ് ഭഗവാൻ. അപ്പം നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, സൗന്ദര്യം തന്നിട്ടുണ്ട്, എല്ലാം കുറേശ്ശെ തന്നിട്ടുണ്ട്. പക്ഷെ കൂടുതൽ തന്നാൽ നമ്മൾ പ്രശ്നത്തിലാകുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാ കുറേശ്ശെ എല്ലാം തന്നിട്ടുണ്ട്. കുറച്ചു പേര് നമ്മളെ അറിയും. എല്ലാ രീതിയിലും നമുക്ക് ഭഗവാന്റെ ആ ഐശ്വര്യങ്ങൾ ഉണ്ട്. പക്ഷെ അളവ് കുറവാണെന്ന് മാത്രം. ദേവന്മാർ മാത്രമല്ല, ജീവാത്മാക്കളും ഭഗവത് അംശമാണ്. ബ്രാഹ്മണർ ഭഗവാന്റെ ശിരസും ക്ഷത്രിയൻ കൈകളും വൈശ്യർ അരക്കെട്ടും ശൂദ്രർ കാലുകളുമാണെന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. ഇവിടെ ജാതി വ്യവസ്ഥ ഭഗവാൻ തന്നിട്ടില്ല. 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും. അതെ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അല്ലെ. ആ 4 വ്യവസ്ഥയിൽ നമുക്ക് ഏത് രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളുടെ വർണ്ണവും അല്ലെ. ഒരു വീട്ടിൽ 4 പേരുണ്ട്. ഒരാൾ ക്ഷത്രിയനായിരിക്കും, ഒരാൾ വൈശ്യനായിരിക്കും, ഒരാൾ ബ്രാഹ്മണനായിരിക്കും, ഒരാൾ ശൂദ്രനായിരിക്കും സ്വഭാവം കൊണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും എങ്ങനെയാ? ശൂദ്രന്മാര് തന്നെയാ. ഇതൊന്നും കണക്കാക്കാതെ ദേവന്മാരും താനും ഭഗവാന്റെ അംശങ്ങൾ തന്നെ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒരാൾക്ക് ജ്ഞാനം പൂർണ്ണമാവാൻ. അറിയാതിരുന്നാലോ ദേവന്മാർ വാഴുന്ന വ്യത്യസ്ത മണ്ഡലങ്ങളിലെ അയാൾക്ക് പ്രവേശനമുള്ളൂ. കൃഷ്ണഭക്തന്റെ പ്രാപ്യസ്ഥാനം അതല്ല. ദേവന്മാരുടെ അനുഗ്രഹത്താൽ സിദ്ധിക്കാവുന്ന ഗുണങ്ങൾ ക്ഷണഭങ്കുരങ്ങളാണ്. എന്തെന്നാൽ ഭൗതിക പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും ദേവന്മാരും അവരുടെ ആരാധകരുമെല്ലാം നശ്വരങ്ങളാണ്. അതുകൊണ്ടാണ് ആ ദേവന്മാർ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾ നശ്വരങ്ങളാണെന്നും അത്തരം ഉപാസന ചെയ്യുന്നവർ മൂഢന്മാരാണെന്നും ഇവിടെ എടുത്തു പറയുന്നത്.
നമ്മൾ ചെന്ന് നമ്മുടെ ഒരു ആഗ്രഹം സാഫല്യത്തിന് വേണ്ടി നമ്മൾ മറ്റു ദേവതകളെ ആശ്രയിക്കുമ്പോൾ ആ ആഗ്രഹം നമ്മളിവിടെ വന്നേ എന്തിനാ? ദുർഗയുടെ മടിത്തട്ടിൽ വന്ന് കിടക്കുക നമ്മൾ, അല്ലെ? ദുർഗ എന്ന് വെച്ച ജയിലെന്നർത്ഥം. ആ ജയിലിൽ വന്ന് കിടക്കുക നമ്മൾ, എന്തൊക്കെയോ അനുഭവിക്കാൻ, പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ ഭാണ്ഡക്കെട്ടുമായിട്ട് വന്നിരിക്കുന്ന നമ്മള് ഇവിടുന്ന് ഇപ്പൊ ഒരു ജയിലിൽ പിടിച്ച് കുറ്റം ചെയ്തവരെയെല്ലാം, കുറ്റവാളികളെല്ലാം ജയിലിൽ ഇട്ടിരിക്കുമ്പോൾ ആ ജയിലിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമുക്കവിടെ ജീവിക്കാനൊക്കത്തുള്ളൂ, അല്ലെ? ആ സമയത്ത് നല്ല നടപ്പ് നല്ലതായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കും. അവർക്ക് പരോളിലൊക്കെ ഇറങ്ങി വരും, അവർക്ക് കുറെ കഴിയുമ്പോൾ പിന്നെ അവരെ റിലീസാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ അതേ അവസ്ഥയാണ് നമുക്കും. നമ്മളും ഇവിടെ ജയിലിലാ, അല്ലെ? നമുക്കും ഇവിടുന്ന് പരോള് കിട്ടാം, കുറച്ചൊക്കെ ഒരു ആശ്വാസമൊക്കെ കിട്ടും, അല്ലെ? അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതേ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ജയിലിൽ നിന്ന് നമുക്ക് ശാശ്വതമായൊരു മോചനമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്നും എന്ത് കഴിക്കും? ഈ ജയിലിൽ തന്നെ വീണ്ടും വീണ്ടും കൃമിയായിട്ടോ പല ശരീരത്തില് നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. ദേവന്മാരുടെ അനുഗ്രഹത്താൽ സിദ്ധിക്കാവുന്ന ഗുണങ്ങൾ ക്ഷണഭങ്കുരമാണ്, അല്ലെ? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ഓടി ചെല്ലുന്ന എവിടെയാ? ജ്യോത്സ്യന്റെ അടുക്കലായിരിക്കും. ജ്യോത്സ്യൻ കവിടി നിരത്തി വെച്ച് എന്തു പറയും? ഈശ്വരാധീനമില്ലെന്ന് പറയും. ആദ്യമേ പറയും നിങ്ങൾക്ക് ഈശ്വരാധീനമില്ല എന്ന് പറയും. ഈ ഈശ്വരാധീനം എവിടെങ്കിലും പോയാൽ കാശ് കൊടുത്ത കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മളത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് ഭഗവാനോട് എന്താ പറയണ്ടേ, ഭഗവാനെ എന്തിനേലും വേണ്ടിയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മുടെ മക്കൾ നമ്മുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് സ്നേഹിച്ചാൽ അവസ്ഥ, അല്ലെ? മക്കളെ നമ്മൾ തിരിച്ച് എന്റെ കുഞ്ഞു പോയി നല്ല ജോലി കിട്ടി, അവനെ ഞങ്ങളെ നോക്കും, ആ രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്നത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാപാരമല്ല സ്നേഹമെന്ന്. നമ്മളിൽ വ്യത്യാസമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ശരിക്കും വ്യാപാരത്തിലല്ല. നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വെക്കും, ഇവൻ ഡോക്ടറാവും, എന്നിട്ട് ഇവനിൽ നിന്ന് നമുക്ക് എല്ലാം നേടാം, ഇതോ നമ്മുടെ ചിന്ത, അല്ലെ? അതെന്താണ്? വ്യാപാരമാണ്. പക്ഷെ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ എന്നെ ഓർമ്മപ്പെടുത്താം. കാര്യം എന്തെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ച് അല്ലെ എന്തെങ്കിലും ദേഷ്യപ്പെടുന്ന എന്നോട് പറയും, വ്യാപാരമല്ല സ്നേഹമാണ് വേണ്ടതെന്ന് പറയും. ഭഗവാൻ ഭഗവത്ഗീതയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സ്നേഹമാണ്. ഈ സ്നേഹം നമുക്ക് ഇപ്പം സ്ത്രീകളാകുമ്പോൾ ഞാൻ ഒരു കാര്യം പറയും, ഭർത്താവിന് നല്ല കാശൊക്കെ ഉള്ളപ്പം ഭർത്താവിന് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലെ? കുറച്ചൊന്ന് ഡിമ്മായിക്കട്ടെ, ഒന്നും ഇല്ല, അല്ലെ? എന്തെങ്കിലും രീതിയിൽ ആ ബിസിനസ് ഒക്കെ ഒന്ന് തകർന്ന് അല്ലെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണുന്ന വേറൊരു രീതിയിലാണ്. ആ പൈസ കിട്ടാതെ വരുമ്പം വേറൊരു അവസ്ഥയിലേക്ക്. എല്ലാരും ഇവിടെ ഈ ഗ്രൂപ്പിലുള്ളവരാരും പോത്തില്ല, എങ്കിലും അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് അവരുടെ ജീവിതത്തിന്റെ താളം അവിടെ തെറ്റും, അല്ലെ? എന്നാൽ അങ്ങനെയല്ല, പോട്ടെ, നമുക്ക് ഈ കാലമാണ് ഒന്നിനും ഒരു എന്താ പറയണ്ടേ, ശാശ്വതമായൊരു നിലനിൽപ്പില്ല. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ എന്താ പറയണ്ടേ, മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഉള്ളതിനെ ഇതായി മുന്നോട്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട്? ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. എങ്കിലും അപ്പൊ ആ തിരിച്ച് പുരുഷന്മാരും അങ്ങനെയുണ്ട്, അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കിന് ആ പ്രശ്നങ്ങൾ മുഴുവൻ വീട്ടിലായിരിക്കും എടുത്തിടുന്നത്. ഓഫീസിലെ പ്രശ്നമാണേലും എല്ലാം ആ വീട്ടിൽ കൊണ്ടുവന്നതിനെയും, അല്ലെ? അപ്പൊ ഏത് നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണം ആണ് നമുക്ക് എല്ലാം ഉണ്ടെങ്കിൽ നമ്മള് അതിനെ ആ രീതിയിലുള്ള ഒരു കുടുംബ ജീവിതത്തിൽ സ്നേഹം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അവിടെ സ്നേഹം ഉണ്ടാകത്തില്ല. അതുപോലെയാണ് ഭഗവാനോട്. നമ്മൾ ഭഗവാൻ വല്ലതും തരുന്നു, ഇങ്ങോട്ട് ഭഗവാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞെന്താ, ഇങ്ങോട്ടെല്ലാം പോരട്ടെ അങ്ങോട്ടൊന്നും ഇല്ലെങ്കിൽ പറയത്തില്ല, അങ്ങനെ പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടെല്ലാം പോരട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹമല്ല, ഇങ്ങോട്ട് വാ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നുള്ള ഇതല്ലാതെ ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനോട് മനസ്സിറങ്ങി ആരാധിക്കുക. ഒന്നും തന്നില്ലെങ്കിൽ പോലും ഭഗവാനെ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം, നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഭഗവാനെ, ഇത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്.
മറിച്ച് ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇത് എന്റെ ഭഗവാന്റെ പ്രസാദമാണ്, ഇതെന്റെ ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞു മുന്നോട്ട് ജീവിക്കുക. കൃഷ്ണാബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ശുദ്ധ ഭക്തൻ സച്ചിദാനന്ദ അവസ്ഥയിൽ ശാശ്വതമായി ഇരിക്കെ ഭക്തന് സിദ്ധിക്കുന്ന നേട്ടവും ഒരു സാധാരണ ദേവാരാധകന്റെ നേട്ടവും എത്ര വ്യത്യസ്തമാണ്. ഭഗവാന് പരിമിതിയില്ല, വരദാനങ്ങൾക്ക് എണ്ണമില്ല, കാരുണ്യം അതിരറ്റതാണ്. അതുകൊണ്ട് ശുദ്ധ ഭക്തനിൽ അദ്ദേഹത്തിനുള്ള കനിവും അതിരറ്റതത്രേ. അതിന് ഒരുപാട് ഉദാഹരണം ഭാഗവതത്തിലുണ്ടല്ലോ. ഭാഗവതം തന്നെ പ്രത്യക്ഷ കൃഷ്ണനാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളാണ്. ഭാഗവതമോ ഭഗവാന്റെ ഭക്തരെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, അല്ലെ? ആ ഭഗവാൻ പറഞ്ഞായിരുന്നു, ബുദ്ധവരോട് പറഞ്ഞാണ്, ഞാൻ ഭഗവാന്റെ ഭക്തരുടെ ഇടയിലുണ്ട്, ഭക്തരിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്നത് ഏതാ? ഭാഗവതമാണ്. അത് പ്രത്യക്ഷ കൃഷ്ണനാണ്. ഭഗവാന് പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം. അപ്പം അത് നമ്മള് ഭക്തരുടെ കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഭഗവാന്റെ വാക്കുകൾ അനുസരിക്കുക ചെയ്യണം. ഭഗവാന്റെ വാക്കുകൾ ഏതാ? ഭഗവത്ഗീതയാണ്. നിങ്ങൾ ഡെയിലി ഇപ്പൊ ഭഗവത്ഗീത ഒന്നേന്ന് തൊട്ട് വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഡെയിലി രാവിലെ ഭഗവാന്റെ ഈ ഭഗവത്ഗീത ഒന്ന് എടുത്ത് ഭഗവാൻ എന്താണ് എന്നോട് പറയുന്നത് എന്നൊന്ന് നോക്കിക്കേ. ഭഗവാൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം, നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ സമയത്ത് വരുന്ന ഭഗവാന്റെ വാക്കുകള്, അപ്പൊ നമുക്ക് തോന്നും ഭഗവാൻ നമ്മുടെ അടുക്കലുണ്ട്, ഭഗവാൻ നമ്മളോട് സംസാരിക്കുകയാണ് എന്ന് തോന്നും. ഭഗവത്ഗീതയ്ക്ക് അത്ര കാര്യം. ഞാനും ഭഗവത്ഗീത ഈ ഗ്രൂപ്പിൽ കൂടെ അല്ലേ ഞാനും വന്നത്. എനിക്ക് ഒന്നും അറിയത്തില്ല, ഭഗവത്ഗീതയും അറിയത്തില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഭഗവത്ഗീത ശരിക്കും പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത്. ഭഗവത്ഗീത നമ്മുടെ അടുക്കൽ ഇരിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും ഭഗവാൻ നമ്മുടെ അടുക്കൽ ഇരിക്കുന്നു എന്ന് തോന്നും. അത്ര എന്താ പറയണ്ടേ, ഒരു ശക്തിയാണ് ഭഗവത്ഗീതയ്ക്ക്. ശരിക്കും ഞാൻ പല വീടുകളിലും പോയിട്ട് ഈ ഇസ്കോണിന്റെ തന്നെ ഭഗവത്ഗീത ഞാൻ പലയിടത്തും നേരത്തെ പാരായണം ചെയ്യാൻ പോകുമ്പോൾ ഓരോരുത്തർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇസ്കോണിന്റെ എനിക്ക് അറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുന്നു അവരൊക്കെ ഷോക്കേസിൽ വെക്കുന്നതേ ഉള്ളായിരുന്നു. അതെന്താണെന്ന് മറിച്ചു നോക്കുക പോലും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇത്രയും വിശുദ്ധമായ ഒരു ഗ്രന്ഥം നമ്മൾ ഷോക്കേസിൽ മാത്രം വെച്ചിരിക്കുന്ന അവസ്ഥയൊന്നും ഓർത്തേ. എന്നിട്ട് ആ വീട്ടിലിരുന്ന് നമ്മള് പ്രാരബ്ധം പറയുക, ഇതിനകത്തുണ്ട് സൊല്യൂഷൻ, നീ എങ്ങനെ നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാം എന്നുള്ള സൊല്യൂഷൻ അല്ലേ ഇതിനകത്തുണ്ട്. ഇത് നോക്കാതെ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ പ്രാരബ്ധത്തെ കുറിച്ച് പറഞ്ഞ് വിഷമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച്, ശരിക്കും വട്ടവർക്കല്ലേ? നമ്മളെ പോലുള്ളവർക്ക് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. നമ്മുടെ സമാധാനം എവിടെ കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ ഓടുകയാണ്. അടുത്ത ഒരു ശ്ലോകം കൂടെ പറയണേ. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമ ബുദ്ധയഃ പരം ഭാവമജാനന്ദോ മമാവ്യയമനുത്തമം. പരമദിവ്യോത്തമ പുരുഷനായ ഞാനെന്ന് പറഞ്ഞ ഞാനല്ല, കൃഷ്ണൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാകാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അല്ലെ? അവ്യക്തമാണ്. ഭഗവാന് രൂപമില്ലെന്ന് പറയുന്നവരുണ്ട്. അത് ഭഗവാൻ ഇവിടെ തന്നെ പറയുന്നു. അങ്ങനെയുള്ളവരാരാ? മന്ദബുദ്ധികൾ. ഭഗവാന് രൂപമുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടില്ലേ ഭഗവാൻ ഏതെല്ലാം രൂപത്തിൽ അവതരിച്ചു. അപ്പൊ ഭഗവാന് രൂപമില്ല ഞാനോ അവതരിച്ചത്? നരസിംഹമൂർത്തിയായി, പിന്നെ വാമനമൂർത്തിയായിട്ട് വന്നു. ഇതെല്ലാം ഭഗവാന്റെ രൂപത്തോടല്ലേ വന്നത്? പിന്നെ പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ കലിയുഗത്തിൽ തന്നെ കുറൂരമ്മയുടെ അടുത്ത് വന്നില്ലേ ഭഗവാൻ? രൂപത്തോടല്ലേ വന്നത്? വാതരോഗം മാറ്റാൻ ചെന്നില്ലേ? അതൊക്കെ ഭഗവാൻ രൂപത്തോടല്ലേ ചെന്നത്. അപ്പൊ ഭഗവാന് രൂപമില്ലെന്ന് പറയുന്നത് ആരാ? മന്ദബുദ്ധികളാണ്. അക്ഷയവും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെ പറ്റി അല്പജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാ. ദേവാരാധകർ അല്പജ്ഞാനികളാണെന്ന് മുമ്പ് പറഞ്ഞു, അല്ലെ? എന്തിനാ അല്പജ്ഞാനികൾ എന്ന് പറഞ്ഞു? ദേവന്മാരെ ആരാധിക്കുന്നവര് നാളെ മുതൽ ദേവന്മാരെ ആരാധിക്കേണ്ട അങ്ങനെയല്ല പറഞ്ഞു. നമ്മൾ അവരെ ആരാധിക്കുന്നത് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെ ഉള്ളത് എന്താണ്? അല്പജ്ഞാനികളാണ്. ഇനിയും അവ്യക്തിഗതവാദികളെ പറ്റിയും ഇതുപോലെ പറയുന്നു.
ഭഗവാൻ കൃഷ്ണൻ തന്റെ യഥാർത്ഥ രൂപത്തിലാണ് ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. എന്നിട്ടും അജ്ഞാനം കാരണം അവ്യക്തിഗതവാദികൾ ഭഗവാൻ ആത്യന്തികമായി അരൂപനാണെന്ന് ശഠിക്കും. രാമാനുജാചാര്യന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട യമുനാചാര്യൻ എന്ന ഭഗവത് ഭക്തൻ ഈ വിഷയത്തെ പറ്റി യുക്തമായ ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. ത്വാം ശീലരൂപചരിതൈ പരമപ്രകൃഷ്ടൈ സത്വേന സാത്വികതയാ പ്രബലൈശ്ച ശാസ്ത്രൈ പ്രഖ്യാത ദൈവപരമാർത്ഥവിധാം മതൈശ്ച നൈവാസുര പ്രകൃതയ പ്രഭവന്തി ബോധ്യം. ഭഗവാനെ വ്യാസനാരദാദികളായ ഭക്തന്മാർ അവിടുത്തെ പരംപുരുഷൻ എന്നറിയുന്നു. വൈദിക സാഹിത്യ പഠനം കൊണ്ട് അങ്ങയുടെ ഗുണരൂപ കർമ്മങ്ങളെ പറ്റി അറിവ് നേടിയവർക്ക് അവിടുത്തെ പരമപുരുഷനായി അറിയാൻ സാധിക്കും. എന്നാൽ രജസ് തമോ ഗുണാധീനർക്ക്, അസുരർക്കും ഭക്തിയില്ലാത്തവർക്കും അങ്ങേ അറിയാൻ കഴിയില്ല. അവർക്ക് അവിടുന്ന് സുഗ്രാഹ്യനല്ല. ഉപനിഷത്ത് മുതലായ വൈദിക ഇതൊന്നും മനസ്സിലാക്കാം നമുക്ക്. എന്താണ് ഭഗവാനെ ശരിക്കും നമ്മൾ സ്നേഹിച്ച് ആഗ്രഹിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മളിലേക്ക് ഇതെല്ലാം എത്തിച്ചു തരുന്നത്. ശരിക്കും അത് കറക്റ്റ് എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെ പറയാം. ഭാഗവതമാണ് ഞാൻ തുടങ്ങിയത്. ഭാഗവതം 15ാമത്തെ വയസ്സ് പോലെ ഭാഗവതം ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ 15ാമത്തെ വയസ്സിലെ പാരായണം തുടങ്ങുന്നത്. അപ്പൊ ആ ഭാഗവതം ആണ്, ആ ഭാഗവതത്തിൽ കൂടി അല്ലേ അത് നിരന്തരമായി വായിച്ച് അങ്ങനെ ആയിരിക്കണേ എവിടെയോ ഒരു എന്താ പറയണ്ടേ ഉപ്പത്തൊട്ടി കിടന്ന എന്നെ ഭഗവാൻ ഇവിടെ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു സത്സംഗങ്ങളിൽ വരാനും ഇങ്ങനെയുള്ള ഭക്തരെ കാണാനും അവരോട് നിങ്ങളെ പോലുള്ള ഭക്തരുടെ അടുക്ക് നിൽക്കാനും ഒക്കെ എനിക്ക് പറ്റിയോ എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കും, ഇതൊരു അത്ഭുതമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയൊക്കെ കിടന്ന് നമ്മളെ ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വെച്ചത് ഏത് ശക്തിയാണ്? ഭഗവാനാണ് അല്ലെ? അപ്പൊ ആ ഭഗവാനാണ് യഥാർത്ഥ നമുക്ക് എത്തപ്പെടേണ്ടത് അവിടെയാണ്. അപ്പൊ ഭഗവാന് സ്നേഹമുണ്ടോ ഇല്ലയോ? നമ്മളെയൊക്കെ കരുതുന്നില്ലേ ഭഗവാൻ ശരിക്കും? പിന്നെയും നമ്മൾ പുലമ്പുകയാണ് നമ്മുടെ ജീവിത കർമ്മങ്ങൾ, അതായത് പൂർവ്വജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ പറയുമോ, ഞാൻ വലിയ ഭക്തിയാണ്, എനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ പുലമ്പുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്തു കൂട്ടിയൊന്നും നമുക്കറിയില്ല. ഭഗവാനല്ലേ അതിന് സാക്ഷി. അപ്പൊ ഭഗവാൻ വിചാരിക്കുന്നത് നീ അനുഭവിച്ചിട്ട് നീ നിന്റെ ആത്മാവ് ശുദ്ധമാകട്ടെ, അങ്ങനെയാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. എന്നിട്ട് നീ എൻ്റെ അടുക്കലേക്ക് വരൂ, ഞാനിവിടെ കാത്തിരിക്കുകയാണ്. ഭഗവാനെ നമ്മളെ ശരിക്കും നമ്മളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഭഗവാൻ, എന്താണ് ചെയ്യുന്നത് അല്ലെ? ഭഗവാൻ ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല, ഭഗവാൻ ഒന്നും ചെയ്യില്ല. നമുക്ക് ചില സിഗ്നലുകളൊക്കെ തരും, എങ്കിൽ പോലും നമ്മൾ എന്തിന്റെ പിന്നാലെ പോവും? ആഗ്രഹ പൂർത്തീകരണത്തിന്റെ പിന്നാലെ പോവും. നമ്മുടെ ആഗ്രഹം ഒരിക്കലും ഇതുകൊണ്ട് തീരും. നമ്മളിപ്പം ഇപ്പൊ തന്നെ ഒരു കുട്ടി ജനിച്ചു, നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളായിരുന്നു. അത് കഴിയുമ്പോ എന്താ, പഠിത്തത്തിന് പഠിച്ച് വലിയൊരു നിലയിലെത്തണം, ആ രീതിയിലുള്ള ആഗ്രഹം. അത് കഴിയുമ്പോഴോ വിവാഹം കഴിക്കണം. വിവാഹം നല്ലതല്ലെങ്കിലോ, നല്ലതാകണേ എന്നുള്ള പ്രാർത്ഥന, വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങളെ വേണം. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള തത്രപ്പാട്. അങ്ങനെ നമുക്ക് ആഗ്രഹമോ ഒരു റെസ്റ്റോ നമുക്ക് ജീവിതത്തിൽ ഇല്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ഒരു 50 വയസ്സിന് ശേഷം എടുക്കാവും, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ 50 വയസ്സിന് ശേഷം നമ്മൾ ഭൂമിയിലുണ്ടോ നമുക്കറിയില്ല. അപ്പൊ അന്നേരത്തേക്കും നമ്മുടെ എന്താ പറയണ്ടേ ചിന്തയും നമ്മുടെ ബോധവും ഒക്കെ വേറെയായി തീരും. സീരിയലിന്റെ കഥാപാത്രങ്ങൾ മാത്രമേ നമ്മുടെ കൺമുന്നിൽ മിന്നിമായെത്തുള്ളൂ. ഭഗവാനെ ഉപനിഷത്ത് മുതലായ വൈദിക കൃതികളെയും വേദാന്തത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ എത്ര തന്നെ നൈപുണ്യമുണ്ടെങ്കിലും ശരി, ഭക്തിയില്ലാത്തവർക്ക് ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ലഭ്യമല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഭക്തിയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്. വേദാന്ത സാഹിത്യ പഠനം കൊണ്ട് മാത്രം ഭഗവാനെ അറിയാനാവില്ലെന്ന് ബ്രഹ്മസംഹിതയും പ്രസ്താവിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതറിയാൻ കഴിയൂ. അതുകൊണ്ട് ദേവോപാസകർ മാത്രമല്ല, കൃഷ്ണാവബോധം ഏശാതെ വേദാന്തത്തിലും വൈദിക സാഹിത്യത്തിലും പ്രാവീണ്യം നേടി ഊഹാപോഹങ്ങൾ ചെയ്യുന്നവരും മന്ദബുദ്ധികളാണ്. ഇവിടെ ഞാന് നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരും അല്ലെ? പിന്നെ നമുക്ക് നല്ലപോലെ അറിവുള്ള ഒരാള്
നമുക്കെല്ലാം പറഞ്ഞു തരും. നമുക്കെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് അദ്ദേഹം പോയി മാറിയിരുന്ന് വേറെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്ത അതിനകത്ത് എന്തെങ്കിലും ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക ദൈവികത ഉണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്നത് മാത്രമേ പറയാവൂ. ആ പ്രവർത്തിക്കുന്നതായിരിക്കണം മറ്റൊരാൾക്ക് ഉപദേശിക്കേണ്ടത്. അല്ലാത്ത ഉപദേശിച്ചാലോ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഇങ്ങനെ സർവജ്ഞാനവും നേടിയ ആൾക്കാർ ഉണ്ട് നമ്മുടെ ചുറ്റിനും. അവര് പറയുന്ന ഒന്നും ആയിരിക്കത്തില്ല അവര് പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നത് മാത്രമേ നമ്മള് പറയാവൂ, അല്ലെ? എന്നാൽ ആ പരമസത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പറയുന്ന എനിക്കും ആ ഒരു അനുഭവം ഉണ്ടാകും, കേൾക്കുന്ന നിങ്ങൾക്കും ഭഗവാന്റെ പ്രസന്റിൽ ഉള്ള പോലെ ഒരു ഭാവം നമ്മളിൽ ഉണ്ടാവും. അത് വേണമെങ്കിൽ ആ പറയുന്ന വ്യക്തി എങ്ങനെയായിരിക്കണം? അത് ഉൾക്കൊണ്ട് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. അതായത് അതേ രീതി ജീവിക്കുന്നവരായിരിക്കണം. കേൾക്കുന്നവർക്കും ആ ഒരു ഇതിലേക്ക് ഇൻവോൾവ് നല്ലതാണ് അല്ലെ അതിലേക്ക് ശ്രദ്ധ ചെലുത്തണമെങ്കിൽ ഭഗവാന്റെ പ്രസന്റ് അവിടെ ഉണ്ടാവണം. ഭഗവാന്റെ പ്രസന്റ് ഉണ്ടായി ഞാൻ തോന്നിവാസം കാണിച്ചിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞ ഒരിക്കലും ഭഗവാൻ അവിടെ കാണില്ല. ആധുനികരായ അവ്യക്തഗതവാദികൾ ഇതിലേറെ മന്ദബുദ്ധികളാണ്. കൃഷ്ണൻ പരമപുരുഷനാണെന്ന് സമ്മതിച്ചിട്ടുള്ള അവരുടെ മുൻഗാമിയായ ശ്രീപാദ ശങ്കരാചാര്യരെ പോലെ അവർ ഇക്കാര്യത്തിൽ പിന്തുടരുന്നില്ല. ഈ അവ്യക്തിഗതവാദികൾ പരമസത്യം ഗ്രഹിക്കാതെ കൃഷ്ണനെ ദേവകി വസുദേവന്മാരുടെ പുത്രനെന്നോ ഒരു രാജകുമാരനെന്നോ ശക്തിമാനായ ഒരു ജീവാത്മാവെന്നോ കരുതുന്നു. ഇതിനെയും ഭഗവത്ഗീത തള്ളി പറയും. നമ്മള് ശങ്കരാചാര്യര് ദേവി മഹാത്മ്യങ്ങളും അങ്ങനെയുള്ള ദേവി ഇതുകളാണ് കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷെ ശങ്കരാചാര്യര് പോലും അവസാനം എഴുതിയ കൃതി എന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഗോവിന്ദനെ ഭജിക്കൂ മൂഢന്മാരെ എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലെ? പക്ഷെങ്കിൽ അദ്ദേഹം എഴുതിയ മറ്റ് കാര്യങ്ങള് മറ്റ് കൃതികൾ മാത്രമാണ് മായാവാദികൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവസാനത്തേത് കൊണ്ടുവന്നിട്ടില്ല. പരമസത്യത്തെ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അത് കൊണ്ടുവന്നിട്ടില്ല. അതിനെ ഉൾക്കൊള്ളുന്നുമില്ല. അതിനെ ഉൾക്കൊള്ളാൻ അങ്ങനെ ഉൾക്കൊള്ളണമെങ്കിലും എന്തു വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം, അല്ലാതെ പറ്റില്ല. നമ്മളിവിടെ ഒത്തുകൂടി എന്തുകൊണ്ടാ? ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാ. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒത്തുകൂടാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. എന്നാൽ പരമസത്യത്തിന്റെ ആത്യന്തികമായ ഭാവം ഭഗവത് സ്വരൂപമാണെന്ന് ഭാഗവതം പറയുന്നു. ഭാഗവതം പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് ഏതെല്ലാം ജീവിത സാഹചര്യം ഒരു ഭക്തന് ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് ഇപ്പൊ ഞാൻ പറയാം, ഭാഗവതത്തിൽ തന്നെ ഭക്തരെ എടുത്തു കഴിഞ്ഞാൽ മുഴുവനും എന്താണ്? ഒരുപാട് ദുർഘടങ്ങളിൽ കൂടെ വന്ന പഞ്ചപാണ്ഡവരെ എടുത്തു നോക്കി, അവരെന്തെല്ലാം അനുഭവിച്ചു. ആ അമ്മ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയണ്ടേ, ഇതെല്ലാം എന്റെ കുഞ്ഞുങ്ങളുടെ സ്വത്താണ്, അതെല്ലാം തിരിച്ചു പിടിക്കണം എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഭീമസേനനെ വിഷം കൊടുത്തപ്പം പിച്ചാത്തി എടുത്തോണ്ട് ചെന്ന് പിന്നെ ദുര്യോധന്റെ കഴുത്തിറക്കം പോയോ? ഇല്ല. ആ അമ്മ ധാർമ്മിക മൂല്യത്തോടെ തന്നെ മക്കളെ വളർത്തി. അമ്മ എപ്പോഴും പറഞ്ഞു, മോനെ മക്കളെ നിങ്ങള് ഭഗവാനെ പിടിച്ചോളാൻ പറഞ്ഞു, അല്ലെ? അങ്ങനെ ആയിരിക്കണം ഒരമ്മ. എങ്ങനെയാണ് അത്? ഭഗവത്ഗീത തന്നെ വേറൊരു 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മള് വീട്ടിൽ കുട്ടികളോടൊക്കെ പറയുന്ന, ഞാൻ എന്റെ പൊതുവെ കേട്ടിട്ടുണ്ട്, മാതാപിതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, പോയി വിളക്കൊടുത്ത് പോയി നാമം ചൊല്ല്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പിള്ളേരോട്, പറഞ്ഞു വിടുന്ന പിള്ളേരെ. അവരോട് പറയും നാമം ജപിക്കടാ സന്ധ്യയായി, അവര് സീരിയലായിരിക്കും അങ്ങനെ പറയും. എന്നിട്ട് ഇവരിത് കാണിച്ചു കൊടുക്കത്തില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു കഥയുണ്ട്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അമ്മ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും, അടുത്ത സീറ്റിലെ ഒരു അമ്മ പുസ്തകം വായിക്കും. ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ മടിയിലെ കുഞ്ഞ് അവനും മൊബൈലിൽ തോണ്ടും. ഇപ്പുറത്തെ
പുസ്തകം വായിക്കുന്ന അമ്മയുടെ മടിയിലിരുന്നുകൊണ്ട് അവരുടെ കുഞ്ഞ് പുസ്തകം വായിക്കും. അപ്പൊ ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന അമ്മ ഈ പുസ്തകം വായിക്കുന്ന അമ്മയോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെ ഈ കുട്ടിയെ ഇങ്ങനെ പുസ്തകം വായിക്കാൻ പഠിപ്പിച്ചു എന്ന് ചോദിച്ചു. ഞാൻ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനും വായിക്കും. ഇതാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണേലും ഇവിടെ ലൈവായിട്ട് ക്ലാസ് എടുക്കുമ്പോഴാണ് ഞാൻ ഇന്ന രീതിയിൽ ചെയ്തു കാണിക്കുമ്പോഴാണ് അവർക്ക് മാതാജി അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഭാവത്തിലേക്ക് എത്തുന്നത്. എങ്കിൽ മാത്രമേ അവരിലും എന്തുണ്ടാകത്തുള്ളൂ, അങ്ങനെ ആകണം എന്നുള്ളത് തോന്നത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ വീട്ടിലും നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യണം. അത് കണ്ട് അവര് ചെയ്തോളൂ. അല്ലാതെ നമ്മൾ ചെയ്യാതെ അവരെ കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സില് ഞാൻ പറഞ്ഞൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ തലമുറ ഇപ്പൊ നമ്മൾ വന്നു കൂടിയിരിക്കുന്ന ഇത്രയെങ്കിലും ആൾക്കാര്, ഇനിയും ഉള്ള ജനറേഷൻ ഇവിടെ കൂടുന്നവരെന്ന് പറഞ്ഞാല് എന്റെ പ്രായത്തിലുള്ള ഒരു കുറവാ ഇല്ല, അതിനും പ്രായം കൂടുതലുള്ള ആൾക്കാരാണ് അവിടെ കൂടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അടുത്ത ഒരു ജനറേഷൻ വരുമ്പോ ഈ മാതാപിതാക്കൾക്ക് പോലും ഒന്നും അറിയില്ല. അപ്പൊ ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ കാലത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം ശൂന്യമായി തീരും അല്ലെ? അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളുടെ വീട്ടിൽ തന്നെ ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഉള്ള ആൾക്കാരെ മാറ്റിയെടുക്കാനുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുരോഗമനം ഉണ്ടാവത്തുള്ളൂ. ഭക്തിയിൽ പുരോഗമനം ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാത്തിനും പുരോഗമനം ഉണ്ടാകും. ഭക്തിയിൽ പുരോഗമനം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഭഗവാൻ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ ഒരിക്കലും ഇന്ന രീതിയിൽ പ്രവർത്തിച്ച് കാണിക്കേണ്ട കാര്യം ഭഗവാൻ ഇല്ല. ഭഗവാന്റെ ദൗത്യം ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഇവിടുന്ന് പോകാമായിരുന്നു. പക്ഷെ എന്തിനാണ് ഭഗവാൻ ഇതെല്ലാം കാണിച്ചു തന്നത്? നമുക്ക് വേണ്ടി. ഇങ്ങനെ ആയിരിക്കണം ഒരു രാജാവ്, ഇങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ്, ഇങ്ങനെ ആയിരിക്കണം. ആ രീതിയിലേക്ക് നമ്മളെ ഇങ്ങനെ എത്തിപ്പിച്ചത് ഭഗവാനാണ്. ഭഗവാൻ അത് ചെയ്ത് കാണിച്ചു തന്നു അല്ലെ? നമ്മളും അതുപോലെ യഥാർത്ഥ മൂല്യം എന്താണ് എന്നുള്ളത് ആ രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ, നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഒരിക്കലും മാറത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്നാണ് അത് പഠിക്കേണ്ടത്. ഭഗവാനെ ഒരു കടമയും കടപ്പാടും ഒന്നുമില്ലാതെ പോലും ഭഗവാൻ എല്ലാം, അതായത് കാരാഗ്രഹത്തിൽ ജനിച്ചു. ഭഗവാൻ വന്നിരിക്കുന്ന ആ ഒരു ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കാരാഗ്രഹത്തിൽ ജനിച്ചു. മാതാപിതാക്കളുടെ അടുക്കൽ ജനിപ്പിച്ച മാതാപിതാക്കളുടെ അടുക്കൽ എന്തില്ലേ? ഒരു നിമിഷം പോലും നിന്നോ? ഇല്ല. വളർത്തമ്മയുടെ അടുക്ക വന്നു. അവിടെ ഉള്ള സന്തോഷം എല്ലാം കൊടുത്തേച്ച് എവിടെങ്കിലും ഭഗവാൻ അടങ്ങി നിന്നോ? അവിടുന്ന് ഭഗവാൻ പോയി മധുരയ്ക്ക് അല്ലെ? തന്റെ ലക്ഷ്യം അതെല്ലാം സ്ഥാപിച്ചതിന് ശേഷം ഭഗവാൻ എന്താ ചെയ്തേ? പഠിക്കാൻ പോയി. സാന്ദീപനി മഹർഷിയെ ഗുരുവാക്കി. ഒരു ഗുരുവിന്റെ ആവശ്യം ഭഗവാനുണ്ടോ? എന്തിനാ ഭഗവാൻ അത് കാണിച്ചു തന്നത്? നമുക്ക് വേണ്ടി. ഒരു മനുഷ്യനായാൽ ഗുരു അത്യാവശ്യമാണ് എന്ന് ഭഗവാൻ കാണിച്ചു തന്നു. സാന്ദീപനി മഹർഷിയെ ഗുരുവാക്കേണ്ട കാര്യം ഭഗവാൻ ഇല്ല. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. അവിടുന്ന് പിന്നെ ഭഗവാൻ എങ്ങോട്ടാ പോയത്? ദ്വാരക നിർമ്മിച്ചിട്ട് അവിടെ ഇരുന്നോ? ഇല്ല. നേരെ പോയി അപ്പച്ചിയുടെ അടുക്കല്ലേ. ഏതാ അപ്പച്ചി? അച്ഛന്റെ പെങ്ങളായിരുന്നു കുന്തിദേവി. കുന്തിദേവിയുടെ അടുക്കലേക്ക് പോയി. അവിടുത്തെ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഭഗവാൻ ആ ഒരു ഭാവത്തും ഭഗവാൻ ഒരിടത്തും നിന്നില്ല എന്നുള്ളതാണ്. തന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ? തന്റെ കർമ്മങ്ങൾ, തന്റെ കടമകൾ എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മളെ രാവിലെ എന്തേലും വീട്ടിൽ എന്തേലും വെച്ചാൽ തന്നെ പറയൂ, ഇനി എവിടെയും ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു എപ്പോഴും പ്രാരാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ? എല്ലാ കാര്യങ്ങളും ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, നമ്മളെ എപ്പോഴും പറയും. ഞാൻ അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, ഞാൻ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു, 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? ഭഗവാൻ അങ്ങനെയുണ്ട്. ഭഗവാൻ അത് നമ്മളെ കാണിച്ചു തന്നതാണ്. ഇന്ന രീതിയിൽ വേണം, ഇന്ന രീതിയിൽ ഒരു രാജാവ് ഇങ്ങനെ ആയിരിക്കണം, എല്ലാം ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ
നമുക്കും നമ്മുടെ കടമകളിൽ നിന്നൊന്നും പിന്മാറാതെ തന്നെ ഭക്തി ചെയ്ത് മറ്റ് നമ്മുടെ തലമുറകളെ കാണിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകള് മുന്നോട്ട് വരികയുള്ളൂ ഇതിലേക്ക്. അല്ലാതെ നമ്മുടെ സമൂഹം മുഴുവൻ നശിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ല അല്ലെ, നമ്മുടെ ചുറ്റുപാട്. ഇപ്പൊ തന്നെ നമുക്ക് ജീവിക്കാൻ പാടാ, പിന്നെ ഇനി വരുന്ന തലമുറകളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് ശരിക്കും നമ്മുടെ ഹോളി ബുക്സ് ഏതാ എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ മാതാജി ചോദിച്ചു ഹോളി ബുക്സ് ഏതാന്ന്, ബുക്ക് ഏതാന്ന് ചോദിച്ചപ്പം ഒരു ക്രിസ്ത്യൻ കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു ബൈബിളാണ്. ഹിന്ദുക്കളുടെ കുട്ടികൾ ഒറ്റ ഒരാളും അനങ്ങിയില്ല. എന്താണ്? അവർക്കറിയില്ല. അത് അവരുടെ കുറ്റമല്ല. മാതാപിതാക്കൾക്ക് അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അതുപോലെ നമ്മുടെ ഹോളി ബുക്കായ ഭഗവത്ഗീത നമുക്ക് നമ്മുടെ ഭഗവാന്റെ വാക്കുകളാണെന്നുള്ള മനസ്സിലാക്കി എന്നും നിങ്ങൾ ഇന്നു മുതൽ അങ്ങനെ ചെയ്യണം. ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും വായിച്ച് അതിന്റെ അർത്ഥവും ഭാവാർത്ഥവും മനസ്സിലാക്കി ഭഗവാൻ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു കാർപ്പണ്യദോഷോപഹത സ്വഭാവം, അതെന്നും ഭഗവാനോട് പറയുക. ആ ശ്ലോകം പറയുമ്പോ 2-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം. അപ്പൊ കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്വം ധർമ്മ സമ്മൂഢ ചേസ്ത ഇസ്രയേൽ സ്വാതി നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം സ്വാതിമാം തോം പ്രപൻ. എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ. ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കാതെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കും അല്ലെ. എന്താണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ സംശയത്തിൽ നിന്ന് ഭഗവാൻ എന്നെ നിവൃത്തി തരും. ഭഗവാനെ നേരത്തെ ഞാൻ നിങ്ങളോടാണോ പറഞ്ഞു തരത്തില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഭഗവാന് കടിഞ്ഞാണ് കൊടുക്കുക. നമ്മളുടെ കർമ്മങ്ങളുടെ കടിഞ്ഞാൻ ഭഗവാന്റെ കൊടുക്കുക. ഭഗവാൻ അത് വേണ്ട വിധത്തിൽ നമ്മളെ നയിച്ചോളൂ. ഭഗവാന് കൊടുക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന്. കുറച്ച് കൂടിപ്പോയോ ക്ലാസ് എന്നറിയില്ല, എങ്കിലും സമയം 8:54 എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇന്നു മുതൽ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകമെങ്കിലും വായിക്കുക. ഹരേ കൃഷ്ണ.